നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തിരൂരിൽ മധ്യവയസ്കനെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന അതിഥി തൊഴിലാളി അറസ്റ്റിലായി. തൃപ്രങ്ങോട് നാളിശ്ശേരി ആയിഷ വീട്ടിൽ 55 വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് കൊല്ലപ്പെട്ടത്. ബംഗാൾ രാജൻഡങ്ക സ്വദേശി താരിഫുൽ ഹക്കിനെയാണ് അറസ്റ്റ് ചെയ്തത്. 14-ന് രാത്രി ഇരുവരും ഒരുമിച്ചാണ് നാളിശ്ശേരിയിലെ വാടക വീട്ടിൽ താമസിച്ചത്. 15-ന് രാവിലെ 7 മണിക്ക് കെട്ടിട ഉടമ മുറി പരിശോധിച്ചപ്പോഴാണ് മുഹമ്മദ് ഷാഫി മരിച്ചു കിടക്കുന്നത് കണ്ടത്. മുറിയിൽ കിടക്കുകയായിരുന്ന താരിഫുൽ ഹക്ക് ഉടമയെ കണ്ടതോടെ സ്ഥലം വിട്ടു. ഉടമ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. മരിച്ച മുഹമ്മദ് ഷാഫിയുടെ തലയുടെ പിന്നിൽ രക്തം തളം കെട്ടിയ നിലയിൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ താരിഫുൽ ഹക്കിനെ ഏതാനും കിലോമീറ്റർ അകലെ നിന്ന് പോലീസ് പിടികൂടി. വാടക മുറിയിൽ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. താരിഫുൽ ഹക്കിനെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മരിച്ച മുഹമ്മദ് ഷാഫി കൂലിത്തൊഴിലാളിയാണ്. ഭാര്യ KV ഫാത്തിമ, മക്കൾ മുഫീദ, ഷുഹൈബ്, മുർഷിദ, മരുമക്കൾ മുഹമ്മദ് ഹുവൈസ് കൈത്തക്കര, ഉസൈൽ കുണ്ടുങ്ങൽ എന്നിവരാണ്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. 40 വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിലക്കം തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.